നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉപ്പേരി ആയിണ്ട്. ഷെയർ ചെയ്യും പൊട്ടാറ്റോ ഉപ്പേരി. കയ്യിൽ തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കുറച്ച് സ്മാഷ് ആയിട്ട് നോക്കും, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. സബോള ഉണ്ട്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് മസാല ദോശ പൊടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇനി ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ വെച്ചു, നമുക്ക് അങ്ങനെ മതി. സോ ഞാൻ നല്ല ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് ദോശ, ഉരുളൻകിഴങ്ങ് ഉപ്പേരി, പിന്നെ കുറച്ച് ചമ്മന്തി നല്ല ഡിപ്പ് ചെയ്തിട്ട് നൈസായിട്ട് കഴിക്കാം. വേഗം വേഗം ഡൈജസ്റ്റ് ആവും നമ്മൾ കഴിക്കുമ്പോൾ. സോ അത് വേണ്ടിയിട്ട് വിന്റർ സീസണിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വിശക്ക് വരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഷെയർ ചെയ്യും പൊട്ടാറ്റോ ഉപ്പേരി. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോകാനാണ് ഫ്രണ്ട്സ്. ഇത് നമുക്ക് ചപ്പാത്തി കൂടെ പിന്നെ ദോശ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ്, പിന്നെ ഇത് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ നമുക്ക് ഉരുളൻകിഴങ്ങ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് എടുക്കാം. പിന്നെ ഇത് നമുക്ക് നൈസായിട്ട് വാഷ് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ ബോയിൽ ചെയ്യാൻ വെക്കാം. സോ ഇവിടെ ഞാൻ വാഷ് ചെയ്യണം. നന്നായിട്ട് 3-4 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്യണം. അത് നമ്മുടെ ഉരുളൻകിഴങ്ങിന്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവുന്ന അത് പോവാൻ വേണ്ടിട്ടാ. നൈസായിട്ട് അങ്ങനെ കറിയണം. നമുക്ക് കുറച്ച് റബ് ചെയ്തിട്ട് ഉരുളൻകിഴങ്ങ് അങ്ങനെ പിന്നെ ഇപ്പൊ വിന്റർ സീസൺ തുടങ്ങി. വിന്റർ സീസണിലേക്ക് നമുക്ക് അങ്ങനെ പുതിയ ഉരുളൻകിഴങ്ങൊക്കെ കിട്ടും. പുതിയ ഉരുളൻകിഴങ്ങ് നമുക്ക് കിട്ടും. സോ അതിനെ കുറെ മഞ്ഞ ഉണ്ടാവും. സോ നമുക്ക് അങ്ങനെ നൈസായിട്ട് വാഷ് ചെയ്യണം. നോക്കൂ എത്ര മണ്ണുണ്ട്. അത് പുറ വെള്ളം ഫുള്ളും ഇത് കളറായി, മണ്ണ് കളറായി. മണ്ണ് പിന്നെ ഒരു പ്രാവശ്യം വാഷ് ചെയ്യാം. പിന്നെ കുറച്ച് അങ്ങനെ റബ് ചെയ്യാം. കുറച്ച് മണ്ണുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിട്ട്. അങ്ങനെ റബ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് വാഷ് ചെയ്യാം. ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇത് ഞാൻ നൈസായിട്ട് വാഷ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വെള്ളംക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ചലനം വെള്ളം. ഇപ്പൊ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഇടാം. ഇവിടെ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഇപ്പൊ കുറച്ച് ഉപ്പ് ഇടാം ഇതില്. പിന്നെ അടിച്ച് വെക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. സോ ഇപ്പൊ ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് ഫുൾ കുക്ക് ആയിട്ട് നമുക്ക് കിട്ടണം. സോ ഞാൻ 4-5 വിസിൽ അടിക്കാം പ്രഷർ കുക്കറിലേക്ക്. ഇവിടെ ചായക്ക് റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിത് കപ്പിലേക്ക് മാറ്റി വെക്കാം. അത് ചായ കുടിക്കും നേരെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ആവും ഫ്രണ്ട്സ്. നമുക്ക് ചായ കുടിക്കാം നമുക്ക് കുറച്ച്. പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് വിസൽ അടിച്ചു. അങ്ങനെ നമുക്ക് 4-5 വിസൽ അടിക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് പ്രഷർ കുക്ക് ആയിണ്ട്. ഇത് ഞാൻ മാറ്റി വെച്ചു. ഇപ്പൊ ഇതിന് കുറച്ച് അങ്ങനെ നമുക്ക് വെക്കാം. അങ്ങനെ ഇത് പ്രഷർ കൂൾ ആവണം. സോ ഇപ്പൊ അത് നേരെ നമുക്ക് ഉരുളൻകിഴങ്ങിക്ക് വേണ്ടിട്ടാ സബോല, വെളുത്തുള്ളി അതൊക്കെ നന്നാക്കിട്ട് എടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് ഉപ്പേരിക്ക് വേണ്ടിട്ടാ വേണം സബോല, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇവിടെ ഞാൻ 4 പച്ചമുളക് എടുത്തു, കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ഇതിപ്പോ എല്ലാം നമുക്ക് നന്നാക്കിട്ട് കട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് സബോല നന്നാക്കിട്ട് എടുക്കണം.
കാട്ടൊക്കെ ഉണ്ട്, അത് പോയി നല്ല കാട്ടുണ്ട്. ഇത് വെള്ള ഭാഗം ഉണ്ടെന്ന് അത് നമുക്ക് അങ്ങനെ കല്ലിട്ട് എടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുക്കാം. പിന്നെ അത് എല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം കുറച്ച് ഒരു പ്രാവശ്യം. കുറച്ച് വെളുത്തുള്ളി മതി. ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യണം. ഇത് വെളുത്തുള്ളി ഉണ്ടേന, ഇത് നമുക്ക് നൈസ് ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കണം. വെളുത്തുള്ളി ഇവിടെ വെക്കാം പ്ലേറ്റിലേക്ക്. നോക്കൂ, നൈസായിട്ട് കട്ട് ചെയ്തു ഞാൻ വെക്കാം. പിന്നെ ഇത് സബോള ഉണ്ടേന, ഇത് നമുക്ക് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ലോങ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. എനിക്ക് ആക്ച്വലി കുറച്ച് സബോള കൂടുതലും ഇഷ്ടമുണ്ട് ഉരുളൻകിഴങ്ങ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ കുറച്ച് ഒരു ഫുള്ള് സബോള എടുത്തു. അത് കുറച്ച് നൈസായിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടും സബോളയുടെ. സോ ഇപ്പൊ നമുക്കത് കട്ട് ചെയ്യണം. ഇവിടെ വെക്കാം. പിന്നെ ഇത് പച്ചമുളക് ചെറിയ കഷ്ണമാക്കിയിട്ട് എടുക്കാം. നൈസ് ചെറിയ കട്ട് ചെയ്യണം. ഞാൻ 4 പച്ചമുളക് എടുത്തു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ എരിവ് ഇഷ്ടമുണ്ട് അതിനെ നോക്കിയിട്ട് എടുക്കണം പച്ചമുളക്. ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇത് കറിവേപ്പില, ചെറിയ കറിവേപ്പില ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാം സബോള കൂടെ. പിന്നെ ഇത് മല്ലി എല്ലാം ഉണ്ടേന, അത് കൂടെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പൊ ഇതെല്ലാം കട്ടായിണ്ട്. നമുക്ക് ഇത് കട്ടായിണ്ട്. ഇപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. തുറപ്പ് നോക്കാം. നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ ഉരുളൻകിഴങ്ങ് നൈസായിട്ട് ബോയിൽ ആയിണ്ട്. ഇപ്പൊ നമുക്ക് ഇത് പീൽ ചെയ്തിട്ട് എടുക്കണം. അത് വെള്ളം ഞാൻ കല്ലിനിട്ട് എടുത്തു,
ചൂടുവെള്ളം. ഇപ്പൊ ഇത് നമുക്ക് പീൽ ചെയ്തിട്ട് എടുക്കണം, അത് തുലി കളഞ്ഞിട്ട് എടുക്കണം. ചൂടുണ്ട്, ഇവിടെ വെക്കാം. പിന്നെ ഞാൻ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ആലു പൊറാട്ട ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പീൽ ചെയ്യുന്ന സമയം എനിക്ക് ഓർമ്മ വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ലിങ്ക് ഇടാം. ആലു പൊറാട്ട ഞാൻ മലയാളത്തിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി. പിന്നെ നമ്മുടെ ആലു കറി പിന്നെ ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ആലു കറി പിന്നെ ആലു പൊറാട്ട ഒക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു. ഇത് എല്ലാം ഇപ്പോൾ പീൽ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം, നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾ പോയിട്ട്. ഇത് ഉരുളൻകിഴങ്ങ് ഇപ്പൊ നോക്കൂ, ഞാൻ പീൽ ചെയ്തു. ഇപ്പൊ നമുക്ക് കുറച്ച് അങ്ങനെ കയ്യിൽ തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കുറച്ച് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. നോക്കൂ, ഇത് ബോയിൽ ആയതിൻ്റെ തന്നെ നൈസായിട്ട് സോഫ്റ്റ് ഉണ്ട്. സോ അത് കൂടുതൽ എനിക്ക് പ്രഷർ കൊടുക്കാൻ ആവശ്യമില്ല. കുറച്ച് അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതായിട്ടുണ്ട്. നോക്കൂ, എനിക്ക് ചെറിയ ചെറിയ കഷ്ണം മതി. ഇത് വേണ്ടിട്ട് ഞാനിത് കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്യണം. ഇതായിണ്ട്. ഇപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. എത്ര മതി. ഇവിടെ ഞാൻ ഒരു പാന് വെച്ചു, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇപ്പൊ ഇത് എണ്ണ കുറച്ച് ചൂടാവണം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. പിന്നെ ഫ്രണ്ട്സ്, ഞാനത് ഉരുളൻകിഴങ്ങ് സ്മാഷ് ചെയ്യാൻ സമയം എനിക്ക് നമ്മുടെ ഇവിടുത്തെ യുപിയിലേക്ക് ആലു ചോക്ക ഓർമ്മ വന്നു. ആലു ചോക്ക നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് അങ്ങ് ഉരുളൻകിഴങ്ങ് ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യും എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം. അത് ഇപ്പൊ ഇത് എണ്ണ ചൂടാവണം. സോ അത് വേണ്ടിട്ട് ഞാനിത് പറഞ്ഞു ആ സമയത്ത്. ഇവിടെ എണ്ണ ചൂടായിണ്ട്. നമുക്ക് കടുക് ഇടാം. ഇത് ഇവിടെ കുറച്ച്, പിന്നെ അത് കടുക് കുറച്ച് പൊട്ടിക്കണം. നമ്മൾ കടുക് പൊട്ടിക്കാൻ തുടങ്ങി. ഇത് കടുക് പൊട്ടിച്ചു നമ്മള്. ഇപ്പൊ ഇത് ഉണക്കമുളക് ഉണ്ട് 2, അതൊക്കെ ഇതിലിടാം. കുറച്ച് സ്ലൈറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് കട്ട് ചെയ്തല്ല സബോള, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇടണം. കറിവേപ്പില അതെല്ലാം എടുത്തു ഇതിലേക്ക് ഞാൻ. ഇപ്പൊ ഇത് സബോള ഉണ്ടെന്നാ ഇത് നമുക്ക് കുറച്ച് സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഇപ്പോൾ ബ്രൗൺ ചെയ്തിട്ട് നമുക്ക് എടുക്കണം സബോള. ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആവതും കുക്ക്. പിന്നെ പൊടിക്കായം ഞാൻ മറന്നു പോയി. കുറച്ച് 1 പിഞ്ച് പൊടിക്കായം ഇടാം, അലക്കി കൊടുക്കാം. ഇത് ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊടിക്കായം ഇടണം. അത് കുറച്ച് നമ്മുടെ വയറൊക്കെ സുഖമുണ്ടാവും. സോ ഇപ്പൊ ഇത് കുറച്ച് ബ്രൗൺ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് സ്ലൈറ്റ് ബ്രൗൺ ആവണം. നോക്കൂ ഫ്രണ്ട്സ്, ഇത് നൈസ് സ്ലൈറ്റ് ബ്രൗൺ കളർക്ക് ആയിണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. സബോള ഉണ്ട്. സോ ഇപ്പൊ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ച് 1/2 സ്പൂൺ ഇടാം നമുക്ക്.
അത് കുറച്ച് നമുക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിട്ടാ യെല്ലോ കളർ. സോ ഇതെല്ലാം എടുത്ത് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്യാം. അത് കുറച്ച് ഒരു മിനിറ്റ് അല്ല കുറച്ച് മിനിറ്റ് അത് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ടാ കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കണം. മതി. ഇപ്പൊ ഇതില് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നാ സ്മാഷ് ചെയ്ത വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇതില് നമുക്ക് ഇടണം. ഫ്ലെയിം ഞാൻ സ്ലോയില് വെച്ചിട്ടുണ്ട്. സബോള ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതെല്ലാം സബോള അല്ല ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ഇതിൽ വെച്ചു. കുറച്ച് ഉപ്പൊക്കെ ഇടാം നമുക്ക്. കുറച്ച് ഉപ്പ് ഞാൻ ബോയിൽ ചെയ്യാൻ സമയം ഇടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇടാം. പൊടി ഉപ്പ് ഞാൻ എടുത്തു. അത് കുറച്ച് മിക്സ് ആവും വേഗമായിട്ട്. അങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് മല്ലിയില ഇടണം. മല്ലിയില എടുത്ത് തരാം. മല്ലിയില ഉണ്ടെന്നാ ഇത് ഇതില് ഇടണം. ഇപ്പോ എല്ലാം അങ്ങനെ നൈസായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നോക്കൂ, ഞാനിത് നൈസായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് 2 മിനിറ്റ് അടിച്ചു വെക്കാം നമുക്ക്. സോ അത് കുറച്ച് ഞാൻ ഇതിൽ പൊടി ഉപ്പ് എടുത്തു. പിന്നെ മസാലയ്ക്ക് അത് കുറച്ച് ഉരുളക്കിഴങ്ങ് പിടിക്കണം. ഇത് അടിച്ചു വെക്കാം 2 മിനിറ്റ്. പിന്നെ ഫ്രണ്ട്സ് അത് ഞാനിപ്പോ 2 മിനിറ്റ് വെച്ചു. അങ്ങനെ അത് കുറച്ച് ഉപ്പ് പിന്നെ അത് മസാല ഉണ്ടെന്ന് അത് കുറച്ച് പിടിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ ഇത് തക്കാളി വേണമെങ്കിൽ തക്കാളി ഇടാം. നമ്മളത് സബോള ബ്രൗൺ ചെയ്തുനാ അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു തക്കാളി അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ അത് കുറച്ച് സോഫ്റ്റ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് തക്കാളി. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അങ്ങനെ നമ്മുടെ സെയിം സ്റ്റെപ്പ് ഉരുളക്കിഴങ്ങ് ഇടണം. സോ അത് കുറച്ച് വേറെ രീതിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ദോശ കഴിക്കുന്നുണ്ടേനാ ഫ്രണ്ട്സ്, മസാല ദോശ. ചിലപ്പോൾ നിങ്ങൾക്ക് മസാല ദോശ ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഇടാം. ചൂടുവെള്ളം, സാധാ വെള്ളമില്ല അമ്മ, ചൂടുവെള്ളം. ചൂടുവെള്ളം നമുക്ക് ഇതിൽ ഇടണം. അമ്മ അവിടെ നിൽക്കാന. സോ നമുക്ക് ചൂടുവെള്ളം അതിൽ ഇടണം. പിന്നെ അത് കുറച്ച് അങ്ങനെ 2 മിനിറ്റ് നമുക്ക് അങ്ങനെ അടിച്ച് വെച്ചിട്ട് വേവിക്കണം. സോ അത് കുറച്ച് നമുക്ക് മസാല ദോശ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇനി ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ വെച്ചു. നമുക്ക് അങ്ങനെ മതി. സോ ഞാൻ വെള്ളം എടുത്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറു വേണമെങ്കിൽ കുറച്ച് പകുതി ഗ്ലാസ്, പകുതി അല്ല 3/4 ഗ്ലാസ് മതി, 1/4 ഗ്ലാസ് മതി. പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഉണ്ട്. സോ അത് ഉരുളക്കിഴങ്ങ് ഞാൻ നമ്മുടെ വെള്ളം ഇടുമ്പോൾ അത് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, കട്ടിലാവും. തുറക്കാൻ നോക്കാം. 2 മിനിറ്റ് ആയിണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിണ്ട്. പൊട്ടാറ്റോ ഉപ്പേരി ഒരു പ്രാവശ്യം അലക്കി കൊടുക്കാം അങ്ങനെ. നോക്കൂ, അത് പിന്നെ ചട്ടിലേക്ക് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആയിണ്ട്. നൈസായിട്ട് നമ്മുടെ ഒരു ടേസ്റ്റി ഉപ്പേരി റെഡി ആയിണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ഉണ്ടെന്നാ. ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ ഞാൻ ഉപ്പ് നോക്കാം നമുക്ക്. ശരിയുണ്ടെങ്കിൽ ശരിയുണ്ട്, ഉപ്പ് നല്ല ടേസ്റ്റ് ആയിട്ട് ആയിണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉപ്പേരി ആയിണ്ട്. നോക്കൂ, ഇത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി നമുക്ക് പൂരി കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരി നമ്മുടെ ഉണ്ടെന്നാ ഉണ്ടാക്കുമ്പോ അത് കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ദോശ, ചപ്പാത്തി, ചോറും എല്ലാം കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടാവും. സമയം നിക്കാലത്ത് ഫിരിസ ഇതിപ്പോ കുറച്ച് കഴിച്ചിട്ട് നോക്കാം. നോക്കൂ, നമ്മുടെ സബോള നൈസായിട്ട് അത് ബ്രൗൺ ഒക്കെ കാണുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ കുറച്ച് രസമുണ്ട്.
ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ടായിട്ടുണ്ട്. ഇത് അമ്മക്ക് ഇഷ്ടമാണ് ഇത് ഉരുളൻകിഴങ്ങ്. ഇത് എല്ലാവർക്കും ഇത് ഇവിടെ ഇഷ്ടമാണ്. സോ ഇനി ഡിന്നറിലേക്ക് ഉരുളൻകിഴങ്ങ് ഉപ്പേരി ഉണ്ട്, പൊട്ടാറ്റോ ഉപ്പേരി ഉണ്ട്. അത് നമുക്ക് കഴിക്കാം. പിന്നെ ഞാന് UP-കാരി ഉണ്ട് ഫ്രണ്ട്സ്. സോ എനിക്ക് അത് ഉരുളൻകിഴങ്ങ് ഇഷ്ടമാണ്. കുറെ പേര് പറയും യുപിയിലേക്ക് ആൾക്കാരൊക്കെ കൂടുതൽ ഉരുളൻകിഴങ്ങ് കഴിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെയും ഉരുളൻകിഴങ്ങ് കുറെ ഉണ്ടാവും ആവുമ്പോൾ നമ്മുടെ ഫാംസിലേക്ക്. സോ അത് വേണ്ടിയിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് കൂടുതൽ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മഹാരാഷ്ട്രൻസ് ഉണ്ടേനാ ഫ്രണ്ട്സ്, അവര് ഇത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിന ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ കുറച്ച് പൂരി ഉണ്ടേനാ, പൂരി കൂടി ഇത് സെർവ് ചെയ്യും. കുറച്ച് ഇതായിട്ട് അത് പൂരി കൂടെ സെർവ് ചെയ്യും. പൂരി കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ അത് ചൂട് നമുക്ക് പൂരി ഭാജി കിട്ടും രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. മീൻസ് അങ്ങനെ മഹാരാഷ്ട്രൻ ഹോട്ടൽസിലേക്ക് കയറുമ്പോൾ നമുക്ക് മുംബൈയിലേക്ക് നല്ല രസമുണ്ട് അത് കഴിക്കാം. നിങ്ങളുടെ ഇത് ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതില് ചൂടുവെള്ളം ഇടാം. ചൂടുവെള്ളം ഇടുമ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ചാറുമായിട്ട് കുറച്ച് നമ്മൾ ദോശക്ക് അത് ഉപ്പേരി കുറച്ച് അങ്ങനെ ലൂസ് ആയിട്ട് ഉണ്ടാവും ഫ്രണ്ട്സ്. സോ അത് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ചൂടുവെള്ളം ഇടണം. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എങ്ങനെ കഴിക്കാം, കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് ദോശ, ഉരുളൻകിഴങ്ങ് ഉപ്പേരി, പിന്നെ കുറച്ച് ചമ്മന്തി നല്ല ഡിപ്പ് ചെയ്തിട്ട് നൈസായിട്ട് കഴിക്കാം. സോ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്, ഇഷ്ടമാവും നിങ്ങൾക്ക്. ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ 2 പൂച്ചക്കുട്ടീസ് ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലുണ്ട്. ഡൂഡ് ഇരിക്കാണ്, ഡൂഡ്. പിന്നെ ഇന്ന് കുറെ കാറ്റുണ്ട്, നല്ല മീൻസ് കൂളായിട്ടാ ഉണ്ട് ഇന്ന് ക്ലൈമറ്റ്. നമ്മുടെ നല്ല ഇപ്പോ അങ്ങനെ തോന്നുന്നു ഫ്രണ്ട്സിക്ക് വിന്റർ സീസൺ തുടങ്ങി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. സോ അത് വേണ്ടിയിട്ടാ നൈസ്. പിന്നെ അത് കുറച്ച് വിന്റർ മീൻസ് അങ്ങനെ കുറച്ച് കൂൾ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് നമുക്ക് അത് കിച്ചണിലേക്ക് വേർ ചെയ്യുമ്പോൾ നല്ല മീൻസ് എന്താ പറയുന്നത് കംഫർട്ടായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ ചൂടാവുമ്പോൾ നമുക്കത് വിശപ്പൊക്കെ വരും. സോ അത് എത്രയും നമുക്ക് അങ്ങനെ തോന്നും, പെട്ടെന്ന് നമുക്ക് കിച്ചണിലേക്ക് പോവാം, പുറത്ത് പോവാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ തോന്നും. പക്ഷേ വിന്റർ സീസൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് അവിടെ കുക്ക് ചെയ്യാം നൈസായിട്ട്. അത് നമുക്ക് ഇത്രയും ഇതാവില്ല നമുക്ക്. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറെ തോന്നും വിന്റർ സീസണിലേക്ക്. മീൻസ് നമ്മുടെ ഇവിടെ അങ്ങനെ പറയണേ ഫ്രണ്ട്സ്, വിന്റർ സീസണിലേക്ക് നമുക്ക് കുറച്ച് വിശപ്പ് കൂടുതലാവും. നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കുറച്ച് അത് വേഗം ഡൈജസ്റ്റ് ആവും നമ്മൾ കഴിക്കുമ്പോൾ. സോ അത് വേണ്ടിയിട്ടാണ് വിന്റർ സീസണിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വിശക്ക് വരും ഫ്രണ്ട്സ്. അങ്ങനെയുണ്ട്. ഹിന്ദിയിലേക്ക് പറയും ठंडी के सीजन में भूख ज्यादा लगता है. विश्क നമ്മുടെ ഹിന്ദിയിലേക്ക് ഭൂക്ക് പറയും ഫ്രണ്ട്സ്. സോ അതിനെ ഭൂക്ക് लगता है പറയും നമ്മുടെ. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.